ഹലോ, നമുക്കിന്ന് ഫ്രോൺഹോഫറും ഫ്രെനൽ ഡിഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാം. ഫ്രെനൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സോഴ്സും സ്ക്രീനും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കണം. എന്നാൽ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ്റെ കേസിൽ സോഴ്സും സ്ക്രീനും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും. ഒബ്സ്ട്രക്കിളിൽ നിന്നും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ ആയിരിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ ഫ്രെനൽ ഡിഫ്രാക്ഷൻ്റെ കേസിൽ നമ്മുടെ സോഴ്സിനും ഒബ്സ്ട്രക്കിളിൻ്റെ ഇടയ്ക്കും ഒബ്സ്ട്രക്കിളും സ്ക്രീനിൻ്റെ ഇടയിലും ഒരു ലെൻസ് ഉപയോഗിക്കുന്നില്ല. നോ ലെൻസസ് ആർ യൂസ്ഡ് ഇൻ ഫ്രെനൽ ഡിഫ്രാക്ഷൻ. രണ്ടാമത്തേത് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ രണ്ട് വശത്തും സോഴ്സും ഒബ്സ്ട്രക്കിളിൻ്റെയും ഇടയ്ക്കും ഒബ്സ്ട്രക്കിളും സ്ക്രീനിൻ്റെ ഇടയിലും നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലായതുകൊണ്ട് അത് ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്രീനിലോട്ട് നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ലെൻസ് ഉപയോഗിക്കുന്നത്. അതാണ് ഫ്രോൺഹോഫറിൻ്റെയും ഫ്രെനലിൻ്റെയും രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കലോ സിലിണ്ടറിക്കലോ ആയിരിക്കും ഫ്രെനൽ ഡിഫ്രാക്ഷൻ്റെ കേസിൽ. പോയിൻറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു ലീനിയർ സോഴ്സോ ലൈൻ സോഴ്സോ ആണെങ്കിൽ പോയിൻറ്റ് സോഴ്സാണെങ്കിൽ സ്പെറിക്കലായിരിക്കും, ഒരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ സിലിണ്ടറിക്കലായിരിക്കുമല്ലോ അതിൻ്റെ വേവ് ഫ്രണ്ട്. എന്നാൽ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ഇസ് പ്ലെയിൻ ഇൻ ദ കേസ് ഓഫ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നമുക്കറിയാം റേസ് പാരലലായിരിക്കും. പാരലൽ റേസ് ഉണ്ടാക്കുന്ന വേവ് ഫ്രണ്ട് എപ്പോഴും പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഫേസ് സെക്കൻഡറി വേവ്ലെറ്റ്സ് ഒരു അപ്പർച്ചറിൽ വന്ന് വീഴുന്ന ഉടനെ ആ അപ്പർച്ചറിലെ എല്ലാ സെക്കൻഡറി വേവ്ലെറ്റ്സും ഔട്ട് ഓഫ് ഫേസിൽ പലതും പലതായിരിക്കും, സെയിം അല്ലായിരിക്കും ഫ്രെനൽ ഡിഫ്രാക്ഷൻ്റെ കേസിൽ. കാരണം ഒന്ന് സ്പിയറും ഒന്ന് സിലിണ്ടറിക്കലും ആകാം, രണ്ടും ആണെങ്കിലും രണ്ടും പ്ലെയിൻ അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്കൻഡറി വേവ്ലെറ്റ്സ് ഒരേ ഫേസിലായിരിക്കത്തില്ല. ഒരു സ്ലിറ്റ് എടുക്കുവാണെങ്കിലും സ്ട്രെയിറ്റ് എഡ്ജ് എടുക്കുവാണെങ്കിലും അതിലൊക്കെ വന്ന് വീഴുന്ന വേവ് ഫ്രണ്ട് പ്ലെയിൻ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രയാസമായിരിക്കും. എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനും ഫ്രോൺഹോഫറിനെ കമ്പയർ ചെയ്ത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. എന്നാൽ ഫ്രോൺഹോഫറിൻ്റെ കേസ് എടുത്താൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അതൊരു അപ്പർച്ചറിൽ വന്ന് വീഴുമ്പം അവിടെ എത്തുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സ് എല്ലാം തന്നെ ഇൻ ഫേസിലായിരിക്കും. അപ്പോൾ ആ സെക്കൻഡറി വേവ്ലെറ്റ്സിനെല്ലാം സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വിത്ത് സെയിം ഫേസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് അതിനെ മാത്തമാറ്റിക്കലി ട്രീറ്റ് ചെയ്യുമ്പം ഡിഫ്രാക്ഷൻ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ ലെൻസൊക്കെ ഉപയോഗിച്ചായതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫ്രിഞ്ചസ് ഈ കേസിൽ നമുക്ക് കിട്ടും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ പഠിക്കുന്നത്, ഫ്രെനൽ ഡിഫ്രാക്ഷൻ അറ്റ് എ സ്ട്രെയിറ്റ് എഡ്ജ്. സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു റേസർ ബ്ലേഡിൻ്റെ എഡ്ജിനെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് എഡ്ജായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലീനിയർ സോഴ്സാണ് എസ് എന്ന് പറയും. ആ എസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയഗ്രത്തിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കണം വെക്കുന്നത്. അത് വന്ന് വീഴുന്ന സ്ട്രെയിറ്റ് എഡ്ജ് ഞാൻ പറഞ്ഞൊരു ബ്ലേഡായിരിക്കാം, റേസർ ബ്ലേഡായിരിക്കാം. അതിൻ്റെ ലെങ്ത്തും സ്ലിറ്റിൻ്റെ ലെങ്ത്തും പാരലായിട്ട് ഇരിക്കണം. രണ്ടും ഡയഗ്രത്തിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കണം ഇരിക്കുന്നത്. പിന്നെ നമ്മളൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സ്ക്രീൻ അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ബി ഫ്രം ദ റേസർ ബ്ലേഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്ട്രെയിറ്റ് എഡ്ജും സോഴ്സും പാരലലായിരിക്കണം. ഇത് രണ്ടും ഡയഗ്രത്തിന് പെർപെൻഡിക്കുലറായിട്ട് വേണം പ്ലേസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പറയാനുള്ളത് സി ഡി എന്ന് പറയുന്ന ഒരു സിലിണ്ടറിക്കൽ വേവ് ലീനിയർ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അത് വന്ന് സ്ട്രെയിറ്റ് എഡ്ജ് വീഴുന്നത് ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അതിന് നമുക്ക് സി ഡി എന്ന് മാർക്ക് ചെയ്യാം. ഇനി ആ സി ഡി എന്ന് പറയുന്ന വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സ് എല്ലാം കൂടെ സ്ക്രീനെ വന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്താണ് നമുക്ക് ഡിഫ്രാക്ഷൻ കിട്ടുന്നത്. അപ്പം ആ ഡിസ്റ്റൻസ് നമ്മൾ സ്ക്രീനും സ്ട്രെയിറ്റ് എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ബി ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പം ബിയിൽ നിന്ന് നേരെ നമ്മൾ അത് എസ്സിലോട്ടൊരു ലൈൻ വരച്ചു. എ പി എന്ന് പറയുന്നത് ബി ആണെന്ന് മാർക്ക് ചെയ്തു. അപ്പം എസ്-എ-പി എന്ന് പറയുന്ന ലൈൻ ഈ വേവ് ഫ്രണ്ടിനെ രണ്ടായിട്ട് അപ്പർ ഹാഫും ലോവർ ഹാഫും എ സിയും എ ഡിയുമായിട്ട്
ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് കാണാം, ഇത് ഡിഫ്രാക്ഷൻ ഇരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റ് പെർഫെക്റ്റ് ലീനിയർ പ്രൊപ്പഗേഷൻ ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആയിരുന്നു ട്രാവൽ ചെയ്യേണ്ടത്. അപ്പം എസ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരെ പിയിൽ വന്ന് വീഴും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ റീജിയൻ ബ്ലേഡിൻ്റെ ഷാഡോ ആയിരിക്കും വന്ന് വീഴുന്നത്. ആ പിക്ക് മുകളിലുള്ള റീജിയനിൽ നമുക്ക് ഈ യൂണിഫോമായിട്ട് ഇലുമിനേറ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ റീജിയനെ നമുക്ക് സ്ക്രീനിലെ 2 റീജിയനെ നമുക്ക് ജോമെട്രിക്കൽ ഷാഡോ റീജിയൻ എന്നും യൂണിഫോംലി ഇലുമിനേറ്റഡ് റീജിയൻ എന്നും 2 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫ്രാക്ഷൻ കൺസിഡർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ബ്ലേഡിൻ്റെ ഷാഡോ നമുക്ക് പി റീജിയൻ്റെ താഴെയായിട്ടും പി റീജിയൻ്റെ മുകളിൽ യൂണിഫോം ഇലൂമിനേഷനുമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിക്ക് താഴെയുള്ള റീജിയനെ ജോമെട്രിക്കൽ ഷാഡോ റീജിയൻ എന്ന് വിളിക്കാം, പിക്ക് മുകളിലുള്ള റീജിയനെ യൂണിഫോംലി ഇലൂമിനേറ്റഡ് റീജിയൻ എന്ന് വിളിക്കാം. ഇനി നമ്മൾ ഡിഫ്രാക്ഷൻ ഉള്ള കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്ന ഒരു വേവാണ്, അതുകൊണ്ടത് ഡിഫ്രാക്ഷൻ ഫിനോമിന കാണിക്കും. അപ്പർച്ചറിൻ്റെ സൈസ് ലൈറ്റിൻ്റെ വേവ് ലെങ്തുമായിട്ട് കമ്പയറബിൾ ആണെങ്കിൽ അത് നമ്മൾ കണ്ടു, ദാറ്റ് വിൽ ഷോ ദ ഡിഫ്രാക്ഷൻ ഫിനോമിന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ആക്ച്വലായിട്ട് ഒരു സ്ട്രെയിറ്റ് എഡ്ജ് നമ്മൾ ഒരു ലീനിയർ സോഴ്സും കൊണ്ട് ഇലുമിനേറ്റ് ചെയ്താൽ സ്ക്രീനിൽ കിട്ടുന്ന കാഴ്ച ഇങ്ങനെയായിരിക്കും. അതായത് നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലുമിനേഷൻ ഉണ്ടായിരിക്കും. പിയുടെ ബിലോ ആയിട്ടുള്ള റീജിയനിൽ നമ്മൾ ജോമെട്രിക്കൽ ഷാഡോ റീജിയനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഒരു റീജിയനായിട്ട്, ഗ്രാജുവലായിട്ട് ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന റീജിയനായിട്ടായിരിക്കും നമുക്ക് ജോമെട്രിക്കൽ ഷാഡോ റീജിയന് കിട്ടുന്നത്. അപ്പോൾ ആ റീജിയൻ 1നെ നമുക്ക് പി തൊട്ട് താഴോട്ടുള്ള റീജിയനെ നമുക്ക് റീജിയൻ 1 എന്ന് വിളിക്കാം. ഇനിയും പിക്ക് മുകളിലുള്ള റീജിയനെ 2ആയിട്ട് പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആ പിക്ക് മുകളിലും എന്നാൽ വളരെ അടുത്തുമുള്ള റീജിയനെ പി ആൻഡ് എബവ് പി ആൻഡ് നിയർ പി, ആ റീജിയനിൽ നമുക്ക് കുറച്ച് ഡിഫ്രാക്ഷൻ, ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് കാണുന്നതായിട്ട് കാണാം. ആ റീജിയനെ നമുക്ക് റീജിയൻ 2 എന്ന് വിളിക്കാം. എന്നാൽ ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം പി ഇൻക്രീസ് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് യൂണിഫോം ഇലൂമിനേഷൻ നമുക്ക് കിട്ടും. ആ റീജിയനെ നമുക്ക് റീജിയൻ 3 ആയിട്ട് പറയാം. അപ്പോൾ 3 റീജിയനാണ് ഡിഫ്രാക്ഷൻ പഠിക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് എഡ്ജിൻ്റെ കേസിൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് റീജിയൻ ഇസ് ദ റീജിയൻ 1 വിച്ച് ഇൻക്ലൂഡ് ദ പോയിൻറ്റ് പി ആൻഡ് ബിലോ പി, ആൻഡ് റീജിയൻ 2 വിച്ച് ഇൻക്ലൂഡ് above P and near P, and the third region is the region above P but far away from P. അപ്പോൾ ഈ 3 റീജിയൻ്റെ ഡിഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും പാറ്റേൺസ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഫ്രെനലിൻ്റെ വേവ് ഡിവിഷൻ തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ വേവ് ഫ്രണ്ടിനെ എങ്ങനെയാണ് ഹാഫ് പീരീഡ് സോണായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ആദ്യം പി എന്ന് പറയുന്ന പോയിന്റിൽ എങ്ങനെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഫ് പീരീഡ് സോണിനെ എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പോൾ അതിനുവേണ്ടി പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക, അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ നേരെ സോഴ്സിലോട്ട് വരയ്ക്കുക. അപ്പോൾ ആ സോഴ്സിലോട്ട് പോകുന്ന ആ ലൈന് വേവ് ഫ്രണ്ടിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യും. ആ പോയിൻ്റ് എ ആണ് സെറ്റ് ടു ബി ദ പോൾ ഓഫ് ദ വേവ് ഫ്രണ്ട് വിത്ത് റെസ്പെക്റ്റ് ടു വിത്ത് റെസ്പെക്റ്റ് ടു പി. അപ്പോൾ പോയിൻ്റ് പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫ്രണ്ടിൻ്റെ പോളിനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത്. ആ എയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ബി ആയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പി സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ കോൺസെൻട്രിക് സ്പിയേഴ്സ് വരയ്ക്കുക വിത്ത് റേഡിയസ് എന്തൊക്കെയാണ് ബി പ്ലസ് ലാംഡ/2, ബി പ്ലസ് 2 ലാംഡ/2, ബി പ്ലസ് 3 ലാംഡ/2 എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ വേവ് ഫ്രണ്ട് ഓരോ റെക്റ്റാങ്കുലർ സ്ട്രിപ്പായിട്ട്, ഡയഗ്രം താഴത്തെ ഡയഗ്രം നോക്കി നമുക്ക് മനസ്സിലാവും, റെക്റ്റാങ്കുലർ സ്ട്രിപ്പായിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക്
അപ്പർ ഹാഫ് ലോവർ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പർ ഹാഫിലും റെക്റ്റാങ്കുലർ സ്ട്രിപ്സ് ഉണ്ട്, ലോവർ ഹാഫിലും റെക്റ്റാങ്കുലർ സ്ട്രിപ്സ് ഉണ്ട്. അപ്പം ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് സ്ട്രിപ്സ്. ആ സ്ട്രിപ്സിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് പീരീഡ് സോൺ. അതിന് ഹാഫ് പീരീഡ് സോൺ എന്ന് വിളിക്കാൻ കാര്യം എന്താ? സെക്കൻഡറി വേവ്ലെറ്റ്സ് എമർജിങ് ഫ്രം ദ കോൺസിക്യൂട്ടീവ് ഹാഫ് പീരീഡ് സോൺ വിൽ ബി ഔട്ട് ഓഫ് ഫേസ് ഓർ ഹാവിങ് എ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു λ/2. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം PM1 ഇസ് ഈക്വൽ ടു PN1 ഇസ് ഈക്വൽ ടു B പ്ലസ് λ/2. അതുപോലെ PM2 ഇസ് ഈക്വൽ ടു PN2 വിച്ച് ഇസ് ഈക്വൽ ടു B പ്ലസ് 2λ/2. ഡയഗ്രാമുകളിലെ ഡയഗ്രാം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പം എന്നാ പറയാം, P എന്ന് പറയുന്നത് വേവ് ഫ്രണ്ടിനെ, അപ്പോൾ P എന്ന് വരുന്ന ലൈൻ വേവ് ഫ്രണ്ടിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും, അപ്പർ ഹാഫ് ആൻഡ് ലോവർ ഹാഫ്. അപ്പർ ഹാഫ് ലോവർ ഹാഫും കൊടുക്കുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ, അതിനകത്ത് രണ്ടിനകത്തും നിറയെ ഹാഫ് പീരീഡ് സോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ കൊണ്ടുണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് M1 എന്ന് പറയാം. അങ്ങനെ M2, M3, M4 സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, തേർഡ് ഹാഫ് പീരീഡ് സോൺ, ഫോർത്ത് ഹാഫ് പീരീഡ് സോൺ, അങ്ങനെ ഇടുക. അപ്പം അപ്പർ ഹാഫും കൊണ്ടും ആംപ്ലിറ്റ്യൂഡ് M1, M2, M3 നമുക്ക് ഓരോ ഹാഫ് പീരീഡ് സോണിന് കിട്ടും, ലോവർ ഹാഫിൽ നിന്നും നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ റീജിയൻ 1-ലെ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമ്മൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. റീജിയൻ 1 എന്ന് പറയുന്നത് Pയും Pക്ക് താഴെയുള്ള റീജിയനുമാണ്. അപ്പോൾ P എന്നുള്ള മാത്രം റീജിയൻ എടുക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ Pയുടെ എഫക്റ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ടോട്ടൽ എഫക്റ്റ് അറ്റ് P ഡ്യൂ ടു ദ വേവ് ഫ്രണ്ട് CD ഈസ് എന്താ കോൺട്രിബ്യൂഷൻ ഫ്രം ദ അപ്പർ ഹാഫ് ആൻഡ് ലോവർ ഹാഫ്. ഇറ്റ്സ് എ സം ഓഫ് കോൺട്രിബ്യൂഷൻ ഫ്രം അപ്പർ ഹാഫ് ആൻഡ് ലോവർ ഹാഫ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് അറ്റ് P ക്യാൻ ബി റിട്ടൺ ആസ് M1 plus M2 plus M3 etc. due to upper half as well as M1 plus M2 plus M3 plus etc. due to the lower half എന്ന് കാണാം. പക്ഷേ നമുക്കറിയാം ലോവർ ഹാഫ് ഈ ബ്ലേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്ന ഒബ്സ്ട്രക്കിൾ കാരണം കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റ് ചെയ്തേക്കുവാണ്. അതിൽ നിന്നുള്ള എഫക്റ്റ് ഒന്നും തന്നെ Pയിലോട്ട് ചെല്ലുന്നില്ല. അപ്പോൾ നമുക്ക് അതിനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ M എന്ന് പറയുന്നത് എന്നാ കിട്ടി, M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര എന്ന് കിട്ടി. പക്ഷെ നമുക്കറിയാം ഓരോ ഹാഫ് പീരീഡ് സോണും ആദ്യത്തെ ഹാഫ് പീരീഡ് സോണും രണ്ടാമത്തെ ഹാഫ് പീരീഡ് സോണും ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പോൾ ആദ്യത്തെ M1 എന്ന് എടുക്കുവാണെങ്കിൽ രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് -M2 ഓൾജിബ്രിക് സമ്മ എടുക്കേണ്ടത്. അപ്പം M1 -M2 പ്ലസ് M3 -M4 അല്ലേ പ്ലസ് M5 അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കേസിൽ ആംപ്ലിറ്റ്യൂഡ് അറ്റ് P ക്യാൻ ബി ടേക്കൺ ആസ് M1 minus M2 plus M3 minus M4 plus M5 എക്സെട്ര അല്ലേ. അപ്പോൾ നമ്മളത് നേരത്തെ സോൾവ് ചെയ്തായിരുന്നു, പഠിച്ചായിരുന്നു. അതിൻ്റെ ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത് M1/2 ആയിരിക്കും. കാരണം നമ്മൾ M1നെ സ്പ്ലിറ്റ് ചെയ്തുമൊക്കെ ചെയ്തു അല്ലേ. അപ്പോൾ M2 എന്ന് പറയുന്നത് M1 plus M3/2 ആണെന്ന് കിട്ടി. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് വരുന്ന ഉടനെ ഇഫ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഹാഫ് പീരീഡ് N ഈസ് വെരി വെരി ലാർജ് വി ക്യാൻ അപ്രോക്സിമേറ്റ് the total effect at P due to the whole wavefront is equal to M1/2. Therefore, the intensity will be equal to എന്നാണ് പറയാം, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് M1/4 ആണെന്ന് പറയാം. അതാണ് P എന്ന് പറയുന്ന പോയിന്റിലെ ഇഫക്റ്റ്. ഇനി നമുക്ക് Pക്ക് താഴെയുള്ള റീജിയനിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ R എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടോ, ഡയഗ്രാം നോക്കിക്കേ. R എന്ന് പറയുന്ന പോയിന്റ് Pക്ക് താഴെ മാർക്ക് ചെയ്തു. ആറിൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ എസ്സിലോട്ട് വരച്ചു. ആ പോയിൻ്റ് എവിടെയാ, വേവ് ഫ്രണ്ടിൽ B എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് ടച്ച് ചെയ്തു. ആ BA ആണ് പോൾ ഓഫ് ദ വേവ് ഫ്രണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ പൊസിഷൻ R ഓൺ ദ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ R തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസിനെ B ആയിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ വിത്ത് R ആ സെൻറ്റർ വരച്ചു. അപ്പോഴും ഈ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു SBR എന്ന് പറയുന്ന ലൈന് ഈ വേവ് ഫ്രണ്ടിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും, അപ്പർ ഹാഫ് ആൻഡ് ലോവർ ഹാഫ്. ആൻഡ് ബോത്ത് ദ ഹാഫ്സ് വിൽ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് ഹാഫ് പീരീഡ് സോൺ.
അപ്പം നോക്കിക്കേ, ഈ കേസിൽ താഴത്തെ ലോവർ ഹാഫിലെ എല്ലാ ഹാഫ് പീരീഡ് സോണും എഫക്റ്റ് ആറിലോട്ട് വരുന്നില്ല, മുഴുവനും ബ്ലോക്ക് ചെയ്തേക്കാണ്. എന്നാൽ അപ്പർ ഹാഫ് നോക്കുവാണെങ്കിൽ അപ്പർ ഹാഫിൻ്റെ ആദ്യത്തെ ചില ഹാഫ് പീരീഡ് സോൺ കൊണ്ടുള്ള എഫക്റ്റ് ഒബ്സ്ട്രക്റ്റ് ചെയ്തേക്കുവാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളത് മുഴുവനും ആർ എന്ന പോയിന്റിലോട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ആ ഇഫക്റ്റൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ടോട്ടൽ ഇഫക്റ്റ് അറ്റ് ആർ ക്യാൻ ബി ടേക്കൺ ആസ് എങ്ങനെ എഴുതാം? നമ്മൾ മുമ്പത്തെ പോലെ തന്നെ M1, M2, M3 എക്സെട്ര ആർ ദ ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ, സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, തേർഡ് ഹാഫ് പീരീഡ് സോൺ റെസ്പെക്റ്റീവ്ലി എന്ന് എടുക്കുകയാണെങ്കിൽ എന്താ ടോട്ടൽ എഫക്റ്റ് അറ്റ് ആർ ക്യാൻ ബി ടേക്കൺ ആസ് എന്തെഴുതും? ലോവർ ഹാഫും കൊണ്ടുള്ള ഇഫക്റ്റ് പ്ലസ് അപ്പർ ഹാഫും കൊണ്ടുള്ള എഫക്റ്റ്. ലോവർ ഹാഫും കൊണ്ടുള്ള എഫക്റ്റ് 0 ആണ്. അപ്പർ ഹാഫും കൊണ്ടുള്ള എഫക്റ്റോ ഞാൻ പറഞ്ഞു അത് ആദ്യത്തെ ചില ഹാഫ് പീരീഡ് സോണിനെ അപ്പോൾ ആർ എന്ന് പറയുന്ന പോയിൻറ്റിന് പി എന്ന് പറയുന്നുള്ള ഡിസ്റ്റൻസ്, പിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നനുസരിച്ചായിരിക്കും ഏതൊക്കെ ഹാഫ് പീരീഡ് സോണിനെയാണ് അത് ഒബ്സ്ട്രക്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. വളരെ അടുത്താണെങ്കിൽ പിക്ക് വളരെ അടുത്തുള്ള പോയിൻ്റാണ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിനെ മാത്രം ഒബ്സ്ട്രക്റ്റ് ചെയ്യത്തുള്ളൂ. എന്നാൽ ഇച്ചിരി കൂടെ മാറിയാണെങ്കിൽ എന്നാ സംഭവിക്കും? നമുക്ക് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണും ഒബ്സ്ട്രക്റ്റഡ് ആവും, സെക്കൻഡും ആവും. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് നമുക്ക് ഓരോ പോയിന്റിലുള്ള ആംപ്ലിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആദ്യത്തേത് മാത്രം കിട്ടുന്ന ഒരു അവസരമാണെങ്കിൽ അത് മാത്രം ഒബ്സ്ട്രക്റ്റ് ചെയ്യുവാണെങ്കിൽ ടോട്ടൽ ഇഫക്റ്റ് വിൽ ബി -M2 + M3 -M4 എക്സെട്ര. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -M2/2 എന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ M2²/4 എന്ന് കിട്ടും. ഇനി ആദ്യത്തെയും രണ്ടാമത്തെയും ആണെങ്കിലോ M3 + -M4 + M5 അങ്ങനെ വരും. അപ്പം നമുക്ക് ഓരോ ആറിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ആറിലെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ M2²/4 ആയിരിക്കും, പിന്നെ M3²/4 ആയിരിക്കും, പിന്നെ M4²/4 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ എഫക്റ്റ് ആയിരിക്കും കൂടുതൽ, സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ എന്നുള്ള എഫക്റ്റ് കുറയും. അതിൻ്റെ ഒബ്ലിഗേറ്റീവ് ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ M1 വിൽ ബി ഗ്രേറ്റർ ദാൻ M2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ M3 എക്സെട്ര. അപ്പോൾ നമുക്കറിയാം M1²/2 വിൽ ബി ഗ്രേറ്റർ കമ്പയറിങ് വിത്ത് M2²/2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ M3²/4 എക്സെട്ര. അല്ലേ? 2 അല്ല 4 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ്, ആ റീജിയനിലെ മാത്രം ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്നാ സംഭവിച്ചു? ഇൻറ്റൻസിറ്റി ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കിട്ടും. നമ്മൾ ജോമെട്രിക്കൽ ഷാഡോ റീജിയൻ, പെർഫെക്റ്റ് ഡാർക്ക്നെസ് ആയിരുന്നു നമ്മൾ പിക്ക് താഴെയുള്ള റീജിയനിൽ എക്സ്പെക്റ്റ് ചെയ്തെങ്കിൽ, പക്ഷേ ആക്ച്വലായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഗ്രാജുവലായിട്ട് ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ്. അതിനുള്ള കാരണം എന്നാ? ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ മാത്രം ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം എന്താ M2 -M2 അങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്താലും അവസാനം സോൾവ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഈ ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് പീരീഡ് സോണാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ M2/2 ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത്. പിന്നെ രണ്ടെണ്ണം കളയുമ്പോൾ പിന്നെ M3 ആദ്യം വരുന്നത്, അപ്പോൾ M3/2 അങ്ങനെ. അപ്പോൾ അങ്ങനെ ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് റീജിയൻ 2 കൺസിഡർ ചെയ്യാം. റീജിയൻ 2 എന്ന് പറയുന്നത് പിക്ക് അബോവ് ആയിട്ടുള്ള പോയിൻറ്റ്, എന്നാൽ പിക്ക് വളരെ അടുത്ത് നിൽക്കുന്ന പോയിൻറ്റ്സുമാണ്. അപ്പോൾ ആ ഡയഗ്രം ഒന്ന് നോക്കിക്കേ. നമുക്ക് അടുത്ത ഒരു പോയിൻറ്റ് T എന്ന് പറയുന്ന പോയിൻറ്റ്, സ്ക്രീനിൽ T എന്ന് പറയുന്ന പോയിൻറ്റ് കൺസിഡർ ചെയ്യാം. മുമ്പത്തെ പോലെ തന്നെ ടിയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ എസ്സിലോട്ട് വരച്ചു. അത് ചെന്ന് വീഴുന്നത് E എന്ന് പറയുന്ന പോയിൻറ്റിലാണ്, വേവ് ഫ്രണ്ടിൽ. അപ്പോൾ E നമുക്ക് പോൾ ഓഫ് ദ വേവ് ഫ്രണ്ട് വിത്ത് റെസ്പെക്ട് ടു T എന്ന് പറയാം. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? T സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുക, കോൺസെൻട്രിക് സ്പിയേഴ്സ് വരച്ചു. അപ്പം മുമ്പത്തെ പോലെ തന്നെ SET എന്ന് പറയുന്ന ലൈന് ഈ വേവ് ഫ്രണ്ടിനെ അപ്പർ ഹാഫും ലോവർ ഹാഫും ആയിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ട് ഹാഫ് പീരീഡ് സോണിലും കുറേ ഹാഫ് പീരീഡ്സ്, രണ്ട് ഹാഫ്സിലും ലോവർ ഹാഫിലും അപ്പർ ഹാഫിലും ഹാഫ് പീരീഡ് സോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
അപ്പർ ഹാഫിലെ എല്ലാ ഹാഫ് പീരീഡ് സോൺസും ടി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അവിടെ നിന്നുള്ള എഫക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. എന്നാൽ ലോവർ ഹാഫ് നോക്കിക്കേ, ലോവർ ഹാഫിൽ വളരെ ഫ്യൂ നമ്പേഴ്സ് മാത്രമേ നമുക്ക് ടിയിലോട്ട് എക്സ്പോസ്ഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ടി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച്, അത് അടുത്താണോ അല്ലെ അതിൻ്റെ ദൂരം അനുസരിച്ചായിരിക്കും അതൊരു ഡാർക്ക് പോയിൻ്റ് ആണോ ബ്രൈറ്റ് പോയിൻ്റ് ആണോ എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ ടി എന്ന് പറയുന്ന പോയിൻറ്റിലെ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പർ ഹാഫും കൊണ്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷനും ഉണ്ടാവും, പിന്നെ ലോവർ ഹാഫും കൊണ്ടുള്ള വളരെ കുറച്ച് ഹാഫ് പീരീഡ്സ് കൊണ്ട് മാത്രം എഫക്റ്റും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് അപ്പർ ഹാഫ് മുഴുവനും ടിയിൽ എക്സ്പോസ്ഡ് ആണ്, ലോവർ ഹാഫിലെ ഫസ്റ്റ് ഹാഫ് പീരീഡ്സ് കൊണ്ട് മാത്രം എക്സ്പോസ്ഡ് ആണെന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എഫക്റ്റ് അറ്റ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പർ ഹാഫിൽ ലാർജ് നമ്പർ ഓഫ് ഹാഫ് പീരീഡ്സ് ഉള്ള കാരണം m1/2 ആയിരിക്കും അതിൻ്റെ എഫക്റ്റ്. പിന്നെ താഴത്തേത് മാത്രം എടുക്കുമ്പോൾ m1 മാത്രമേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് പീരീഡ്സ് കൊണ്ട് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് m1. അപ്പം ടോട്ടൽ m എന്ന് പറയുന്നത് m1/2 + m1, അതായത് 3m1/2 ആണെന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റൻസിറ്റിയോ 9m1²/4 എന്ന് കിട്ടും. അത് വളരെ ഇൻറ്റൻസീവ്. m1² m1²/4 ഒക്കെ പിയിലെ m1² എന്നൊരു വാല്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അതിനേക്കാളൊക്കെ ഒത്തിരി അല്ലെങ്കിൽ 9 ടൈംസ് ബിഗർ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു പോയിൻ്റായിട്ടാണ് നമുക്ക് ടിയെ കിട്ടി. അതൊരു ബ്രൈറ്റ് പോയിൻ്റാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമതായിട്ട് സെക്കൻഡ് ലോവർ ഹാഫിൽ 2 ഹാഫ് പീരീഡ്സ് ഓൺ എക്സ്പോസ്ഡ് ആണെന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്നാന്ന് എഴുതാം? m = m1/2 + m1 - m2 എന്ന് കിട്ടും. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പം നമുക്ക് എന്നാ കിട്ടും? അതിനെ സോൾവ് ചെയ്യുമ്പോൾ m1/2 പിന്നെ അതുപോലെ തന്നെ 3 എണ്ണം ഉണ്ടെങ്കിലോ m1/2 + m1 - m2 + m3 എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഓരോ കേസായിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞു m1ഉം m1/2. അപ്പോൾ m എന്ന് പറയുന്നത് m1/2 + m1, അത് സോൾവ് ചെയ്യുമ്പോൾ 3m1/2 കിട്ടും. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 9/4 m1² എന്ന് കിട്ടും. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു 2 ഹാഫ് പീരീഡ്സ് ഓൺ ലോവർ ഹാഫിൽ നിന്ന് എക്സ്പോസ്ഡ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ m എന്ന് പറയുന്നത് m1/2 + m1 - m2 എന്നാണ് കിട്ടുന്നത്. അതിനാൽ നമുക്ക് 3m1/2 - m2 എന്ന് എഴുതാം. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 3m1/2 - m2 the whole square എന്ന് കിട്ടും. ദാറ്റ് ഇൻറ്റൻസിറ്റി വിൽ ബി ലിറ്റിൽ ലെസ് കമ്പയറിങ് വിത്ത് ദാറ്റ് ഓഫ് ദ ഏർലിയർ കേസ്. 9m1²/4 അല്ലേ നമുക്ക് കിട്ടി, അതിനേക്കാളും കുറവാണെന്ന് കിട്ടി. അപ്പം അവിടെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി ചേഞ്ചാണ് നമ്മൾ കണ്ടത്. സോ ദാറ്റ് ഈസ് എ മിനിമം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ലോവർ ഹാഫിൽ നിന്ന് 3 ഹാഫ് പീരീഡ്സ് ഓൺ എക്സ്പോസ്ഡ് ആണെന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻറ്റൻസിറ്റി m എന്ന് പറയുന്നത് m1/2 + m1 - m2 + m3 എന്ന് പറയുന്നതാണ്. നമ്മൾ അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ m1/2 + m1 - m2 + m3/2 + m3/2 എന്ന് എടുത്താൽ നമുക്ക് m2 എന്ന് പറയുന്ന m1 + m3 / 2 അല്ലേ. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ അവസാനം m1 + m3/2 എന്ന് കിട്ടും. m1 + m3/2 എന്ന് കിട്ടും. അപ്പം ടോട്ടൽ ഇൻറ്റൻസിറ്റി വിൽ ബി m1 + m3/2 the whole square. അത് മുമ്പത്തെ ഇൻറ്റൻസിറ്റിയേക്കാളും കുറവാണ്. മുമ്പ് 9m1²/4 അല്ലേ കിട്ടിയത്, അതിനേക്കാളും ഇച്ചിരി ലെസ്സായിട്ടുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് ഈ കേസിൽ കിട്ടി. എന്നാലും അതൊരു മാക്സിമം പൊസിഷനാണ് കമ്പയറിങ് വിത്ത് ദ ജസ്റ്റ് ഏർലിയർ കേസ്. സോ വി ആർ ഗെറ്റിംഗ് അനദർ മാക്സിമ വിത്ത് എ ലെസർ ഇൻറ്റൻസിറ്റി. അപ്പോൾ നമുക്ക് ആ പാറ്റേൺ ഒന്ന് പീക്ക് എബവും നിയർ ആയിട്ടുള്ള പാറ്റേൺ ഒന്ന് നോക്കുവാണെങ്കിൽ ഗ്രാഫാണ് വരച്ചേക്കുന്നത്. നമുക്ക് മാക്സിമ ആൻഡ് മിനിമ, മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നതായിട്ടും മിനിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസ് കൂടുന്നതായിട്ട് കൂടി വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ്
നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് റീജിയൻ 3യുടെ കേസ് നോക്കാം. റീജിയൻ 3 എന്ന് പറയുന്നത് എബവ് പി ആൻഡ് ഫാർ എവേ ഫ്രം പി. അപ്പം നമുക്ക് വേറൊരു പോയിൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. യു എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടോ, ഡയഗ്രം നോക്കിക്ക്, അവിടുന്ന് നേരെ എസ്സിലോട്ട് കണക്ട് ചെയ്തു. അത് നമ്മൾ എഫ് എന്ന് പറയുന്ന പോയിന്റിലാണ് വേവ് ഫ്രണ്ട് ടച്ച് ചെയ്ത്. എഫിനെ നമുക്ക് പോൾ ഓഫ് ദ വേവ് ഫ്രണ്ട് വിത്ത് റെസ്പെക്ട് ടു യു എന്ന് വിളിക്കാം. ആ ലൈന് ഏതാ, എസ് എഫ് യു എന്ന് പറയുന്ന ലൈന് ഈ വേവ് ഫ്രണ്ടിനെ അപ്പർ ഹാഫും ലോവർ ഹാഫുമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ അപ്പർ ഹാഫും ലോവർ ഹാഫിലും ഇഷ്ടം പോലെ ഹാഫ് പീരീഡ് സോൺസ് ഉണ്ട്. എല്ലാ ഹാഫ് പീരീഡ് സോൺസും ഓൾമോസ്റ്റ് എല്ലാം അല്ലെ, ആദ്യത്തെ ഫ്യൂ ഇഫക്റ്റീവായിട്ടുള്ള ഹാഫ് പീരീഡ് സോൺസ് എല്ലാം ലോവർ ഹാഫിൻ്റെ അപ്പർ ഹാഫിലെയും യു എന്ന പറയുന്ന പോയിന്റിൽ എക്സ്പോസ്ഡ് ആണ്. അപ്പം അപ്പർ ഹാഫും കൊണ്ടുള്ള എഫക്റ്റ് നമുക്ക് m1/2 എന്ന് പറയാം, ലോവർ ഹാഫും കൊണ്ടുള്ള എഫക്റ്റ് m1/2 എന്ന് പറയാം. അപ്പം ടോട്ടൽ എഫക്റ്റ് അറ്റ് യു വിൽ ബി ഈക്വൽ ടു എന്നാന്ന് പറയാം m1/2 പ്ലസ് m1/2 എന്ന് പറയാം. സോ എം വിൽ ബി m1, അല്ലെങ്കിൽ ഐ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു m1² ആണെന്ന് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അവിടെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല, എപ്പോഴും m1² തന്നെയായിട്ട് കിട്ടും. അപ്പോൾ യൂണിഫോം ഇല്ലുമിനേഷനാണ് നമുക്ക് എവിടെ കിട്ടുന്നത്, റീജിയൻ 3യിൽ. റീജിയൻ 3 എന്ന് പറഞ്ഞാൽ ഏതാ, എബവ് പി ആൻഡ് ഫാർ എവേ ഫ്രം പി. അപ്പോൾ അങ്ങനെയുള്ള റീജിയനിൽ ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ടുള്ള ഇല്ലുമിനേഷൻ കിട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് ആയിട്ട് റീജിയൻ 1ഉം 2ഉം 3യും കൂടെ ഉള്ള ഒരു ഗ്രാഫാണ് മുകളിൽ വരച്ചേക്കുന്നത്. ഇൻറ്റൻസിറ്റി അലോങ് y ആക്സിസ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം പി അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ അതിനകത്തുനിന്ന് വളരെ വ്യക്തമാണ് ജോമെട്രി പിക്ക് എബോവ് ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ഇലൂമിനേഷൻ അല്ല കിട്ടുന്നത്, ബിലോ ആയിട്ട് ജോമെട്രിക്കൽ ഷാഡോ